എടി സുമേ, നീ ഒന്ന് പേടിക്കാതിരിക്കും, ഞങ്ങൾ ഇവിടെ സേഫാ. ബാബുട്ടാ, ഇവിടെ ആളുകൾ ഇപ്പോഴും കലിതുള്ളി നടക്കുക. രാത്രി മുഴുവൻ ആൾക്കാർ കാവല് നിൽക്കുക. എടി ഒന്നുമില്ല, ഞങ്ങൾ പണവുമായിട്ട് ഉടനെ നാട്ടിലെത്തും. നീ വെറുതെ മോനെ കൂടി പേടിപ്പിക്കല്ലേ. നീ ഫോൺ ശ്രീകുട്ടന് കൊടുത്തേ. ഹലോ മോനെ ശ്രീകുട്ട, നീ എന്താണ് സ്കൂളിൽ പോത്തെ? നാളെ തൊട്ട് എന്റെ മോൻ സ്കൂളിൽ പോണം കേട്ടോ. സ്കൂളിലെ കുട്ടികളൊക്കെ എന്നെ കളിയാക്കുക. കള്ളന്റെ മോനെ എല്ലാരും വിളിക്കണേ. കുട്ടികൾ എന്ത് വേണം പറയട്ടെ, പക്ഷെ മോനറിയാലോ അച്ഛനും അപ്പങ്ങളൊന്നും ആരും പറ്റിക്കില്ലെന്ന്. അതിൽ നിന്നൊരു നയാ പൈസ ഞങ്ങൾ ആരും എടുത്തിട്ടില്ല ശ്രീകുട്ട, സത്യം. ഞാൻ വിചാരിച്ചു അച്ഛന്റെ കയ്യിൽ കാശെങ്കിലും ഉണ്ടാവുന്നു. എന്നാ ശരി, വെച്ചോ. ഹലോ, നാളെയാണ് ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കാൻ പോകുന്നത്. ഇയാൾക്ക് ലോട്ടറി കച്ചവടം ഉണ്ടോ? ഓ, ലോട്ടറി കച്ചവടമല്ല മോനെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു ലോട്ടറി. എന്നാ പിന്നെ പൂജാ ബമ്പർ വേണം, എന്നാലേ കോടികൾ കിട്ടും. എന്നല്ലാതെ. അതെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടുത്തെ അമ്മച്ചി സ്നേഹനിധിയും വാത്സല്യനിധിയും കാരുണ്യനിധിയും സർവോപരി കരുണാനിധിയും ഊത്ത കാശുകാരിയുമാണെന്ന്. പിന്നെ ഒരേ ഒരു മകന്റെ വിദേശ സമ്പാദ്യം, അത് പറയേ വേണ്ട. പറയണ്ട. ഇതാ ഞാനൊന്നും പറയാം. ഇവിടുത്തെ ആംസിയുടെ മകന്റെ കയ്യിൽ ലക്ഷങ്ങളുടെ കോടികളുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും, ഒന്നെങ്കിൽ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ. ഓഹ് എടാ മണ്ട, കോടികൾ, ലക്ഷക്കണക്കിന് കോടികൾ. നിങ്ങൾ വിചാരിച്ചാൽ അത് പുഷ്പം പോലെ അടിച്ചു മാറ്റാൻ പറ്റും. ഞങ്ങൾ എന്തുട്ട് ചെയ്യണോ നീ പറയണേ? വളരെ സിമ്പിൾ. കിഡ്നാപ്പ് എന്ന്. നിങ്ങ ആരെ കടത്തുന്ന കാര്യ പറയണത്? ഈ രാത്രിയിൽ നിങ്ങൾ തട്ടിക്കൊണ്ടു പോണം കോടീശ്വരിയായ ഈ വീട്ടിലെ അമ്മച്ചിയെ. എവിടേക്ക്? സ്ഥലമെല്ലാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അമ്മച്ചിയെ തട്ടിക്കൊണ്ടുപോയ ശേഷം അമ്മച്ചിയുടെ വിദേശത്തുള്ള മകൻ റോയ് സാറുമായി ഒരു വിലപേശൽ, കോടികളുടെ ബിസിനസ്. റോയ് സാർ വന്ന് നിങ്ങൾ പറയുന്ന പണം നിങ്ങൾക്ക് കൈമാറുന്നു. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അമ്മച്ചിയെ നിങ്ങൾ റോയ് സാറിന് തിരിച്ചു നൽകുന്നു. ശുഭം. നീ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നു പോയടാ. പിന്നെ എമൗണ്ട് പറയുമ്പോ എന്റെ കമ്മീഷന്റെ കാര്യം മറക്കരുത്. അതല്ലത് മൂപ്പര് പറയണത് കേമാണേ, പക്ഷെ അത് എങ്ങനെയാണ് ഒരു ഇതൊക്കെ എത്ര സിനിമയിൽ ഹിറ്റാക്കിയിട്ടുള്ളതാ. അതൊക്കെ വലിയ വലിയ പുലികൾ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കണം. ദൈവമായിട്ട് കളച്ച് കാശിക്കുമ്പോ ദൈവമായിട്ട് കൊണ്ട് തന്നിരിക്കണം. അതിന്റെ മുഖം മറക്കരുത്. എന്നെ ഇങ്ങനെ ദൈവമായിട്ടൊന്നും കരുതരുതേ. ഈസ് ഇറ്റ് ഡീൽ ഓർ നോ ഡീൽ? ഈ കേസിൽ വേണ്ടത് പ്ലാനിങ് ആണ്. കൈ വിരൽ അടയാളം വന്നു വെച്ച നമ്മള് 4 പേര് അകത്താണേ. ഈ ഐമേനെ കട്ടിലൂടെ തൂക്കുമ്പോ മട്ടമലക്കനെ മറിഞ്ഞ് വീഴാനും പാടില്ല. അതുകൊണ്ട് ഒരു ഹൈഡ്രോളിക് മെഷീൻ കൊണ്ടുവന്ന് ആ ഐമേനെ അങ്ങനെ തൂക്കി ഒരു വട്ടവാള റെയിലിട്ട് അങ്ങനെ തള്ളിക്കൊണ്ടുപോയി വണ്ടി കയറ്റി ഓടാ ഓട്ടം. അപ്പൊ ആദ്യം ഒരു ലോഡ് കമ്പി പിന്നെ ഒരു JCB കൊണ്ടുവന്ന് ഒരു പാലവും പണിത് അതിന്റെ മുകളിലൂടെ പാരച്യൂട്ടിൽ വന്ന് അമ്മച്ചിയും പൊക്കിയെടുത്ത് നേരെ ഗോഡൌണിലെത്തിക്കണം. കാലം കഷ്ടം. കിഡ്നാപ്പേഴ്സ് ഈ രാത്രിയിൽ തട്ടിക്കൊണ്ടു പോകുന്ന കേസാണ് പറഞ്ഞത്, അല്ലാതെ അടുത്ത നൂറ്റാണ്ടിലെ കാര്യമല്ല. അതെ, ഈ ഐഡിയ എന്റേതാണെങ്കിൽ ഈ സീൻ എങ്ങനെ വർക്കൗട്ട് ആക്കണമെന്നുള്ളത് എനിക്കറിയാം. വീണ്ടും മണ്ടത്തരം പ്ലാൻ ചെയ്യുകയാണോ? പഠിക്കണോ? ഈ 50 പൈസയുടെ ഗുളിയമേ തീരണ കാര്യത്തിനാണ് അവന്മാർക്ക് ഒരു ലോഡ് കമ്പി, റെയിൽവേ ട്രാക്ക്, JCB, പാലം പണിയല്. ഈ തള്ളെ ഞാൻ ഇപ്പൊ ഉറക്കി തരാം. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമി അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇതുവരെ മഹാഭാരതം വായിച്ചു കഴിഞ്ഞില്ലേ? നന്മ നിറഞ്ഞ മറിയമേ, ഇതാ പോയിസൺ പാലേ, അല്ല പശുവിൻ പാലേ. പെട്ടെന്ന് വരച്ചെഴുന്നേറ്റോ, ഒന്നുകൂടെയല്ലേ സാധിക്കൂ. ഇന്നെന്താ പതിവില് നേരത്തെ എന്നെ ഉറക്കി കിടത്തിയിട്ട് നീയും പായസം എന്നെ വേലി ഒപ്പിക്കാൻ പോന്നേ? അങ്ങനെയൊന്നുമില്ല അമ്മച്ചി. അമ്മച്ചി ഉറങ്ങിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കമ്പനി കൂടാൻ. എന്നാതാടാ ഇത്രയും വലിയ കമ്പനി? മറ്റവനുണ്ടോ? നാട്ടുകാരെ കൊണ്ട് അതീതും പറയിപ്പിക്കരുത്. അധികം ശബ്ദമൊന്നും പുറത്ത് കേൾക്കരുത്. ആ പാലിങ് തന്നെ കൊയ്ക്കോ. ഒരു ശബ്ദവും കേൾപ്പിക്കാതെ പൊക്കിക്കോളാം. അവന്മാരെവിടെ എന്തോ. നിങ്ങളൊക്കെ അത് രാജ്യക്കാരാ? ഇത് ഞാനുണ്ട് ചോപ്ര. ഇതൊക്കെ നീ തന്ന ഐറ്റംസ്. അതെ, എന്തായി തള്ള പാല് കുടിച്ച് ഉറങ്ങിയോ ചോദിക്കണേ.
ഞാൻ ആ പാല് കൊണ്ടുപോയി കൊടുത്തത്. എന്നാ വാ, പാല് മേടിച്ച കൈക്ക് തന്നെ ആദ്യം ആ കിളവി ഒന്ന് ഉറങ്ങട്ടെ, ബാക്കി കാര്യം എനിക്ക് വിട്ടേക്ക്. സുഖനിദ്ര ശുഭനിദ്ര. കമോൺ നെഗുരു. ലെഫ്റ്റ് അടിക്ക്, ലെഫ്റ്റ് എടുക്ക്, ലെഫ്റ്റ്. ഇനി റൈറ്റ്. ഓക്കേ, കമാൻ. എടുത്ത് മാറി. ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാം കൂടെ പാപ്പ ഉണ്ടാക്കാം. അതെ, സൂക്ഷിച്ച്. പുരാവസ്തുവാണ്, വളരെ സൂക്ഷിച്ച് തട്ടാതെ മുട്ടാതെ അവിടെ കൊണ്ടുപോയി വെക്ക്. പെട്ടെന്നാട്ടെ. ഈശ്വര, എനിക്ക് എന്നും ഇതുപോലെ കമ്മീഷൻ തിന്നാനുള്ള ഭാഗ്യം കിട്ടണമേ. ഇത് കേൾവി, ഇത് കാഴ്ച. സൂക്ഷിക്കണം. എന്നെ എന്തിനാ അടിച്ചത്? ഞാൻ ഇത്രയും സഹായിച്ചതല്ലേ. ആരെങ്കിലും ചോദിച്ച തെളിവ് വേണ്ടടാ തൂമേ. എന്നെ അയാൾ അടിച്ചു. മതി. എടാ, കൂടുതൽ വിശ്വാസയോഗ്യമായ തെളിവ് വേണ്ടേ? വേണ്ടേ? ഇനി ചവിട്ടല്ലേ. ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ 3 പേരോട് ആക്രമിച്ചിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. ഇവര് 3 പേരായതുകൊണ്ട് ഓക്കെ. 10-25 പേരായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായനെ. നിങ്ങന്റെ അടുത്തല്ലടാ പൊലം കെട്ടവന്മാരെ പറഞ്ഞത്, ഇവിടെ പറഞ്ഞതാടാ തള്ളേ. ഇനിയും നിങ്ങ തൊള്ള തുറന്നാല് ആ കൊരവള്ളി വലിച്ചെടുത്ത് കൊട്ടേക്കാട് വേലയ്ക്ക് തോരണം കെട്ടും ഞങ്ങൾ.